അഡ്വക്കേറ്റ് BN ഹസ്കർ ആരും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് പത്മകുമാർ ആയിട്ട് ഈ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ പേര് ഇതിലേക്ക് ഉയർന്നു വരുന്നത്. തെളിവൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും അങ്ങനെയും ഉണ്ടാവില്ലേ എന്നുള്ള സംശയം വരുന്നു. ഇതെല്ലാം നേരത്തെ സംശയങ്ങളായിരുന്നു കേട്ടോ. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഇതിന് പിന്നിൽ ചരട് വലിച്ചത്, പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഇടപാട് എന്ന് പിന്നീട് വരുന്നു. അന്നൊക്കെ ഞങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് പോറ്റിയിൽ ഒതുങ്ങുന്നതല്ല എന്ന്. പക്ഷെ നിങ്ങളൊക്കെ അത് നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ഇതായിരുന്നു, കടകംപള്ളിയിലേക്കും അന്വേഷണം പോകണ്ടേ എന്നുള്ളത്. ശ്രീഹസ്കർ. മഞ്ജുഷേ, നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവലിലും ആക്ടിലും റൂൾസിലും ഒക്കെ തന്നെ അതൊരു സ്വയംഭരണ അവകാശ സ്ഥാപനമാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നിസ്തർക്കം എല്ലാ വിമർശകരും പറയുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ സ്വയംഭരണാവകാശ സ്ഥാപനമായ ദേവസ്വം ബോർഡുകളിൽ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുസ്വാധീനം ഉപയോഗിച്ചു എന്ന തെറ്റിദ്ധാരണ പരത്തുന്നതിനും അതൊരു രാഷ്ട്രീയ പകപോക്കലിന് വേദിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത്, ഇതിനെ നിയമപരമായി മാത്രം പരിശോധിക്കുക എന്നുള്ള ദൗത്യമാണ് പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു മോഷണം നടന്നു, ആ മോഷണം ഒരു തരത്തിലും തിരുത്താനാവാത്തതും ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്തതുമായിട്ടുള്ള ഒരു മോഷണത്തിനു വേണ്ടി വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന ശബരിമലയിൽ നടന്നിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റൊരഭിപ്രായം ലോകത്തൊരാർക്കും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനു വേണ്ടി ചിലർ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ അനന്തരഫലമാണ്. അപ്പോ ഇക്കാര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ നിയമനമാണല്ലോ അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പത്മകുമാർ എന്നുള്ളത് ഒരു രാഷ്ട്രീയ നിയമനമാണ്. പല പേരുകൾ ഉയർന്നു വന്നിട്ട് പോലും പത്മകുമാറിനെയാണ് നിയമിക്കാൻ തീരുമാനിച്ചത്. അത് മറ്റൊരു കാര്യവും. ഇതേ പത്മകുമാർ ഇങ്ങനെ ഒരു വലിയ അഴിമതി നടത്തുമ്പോൾ, ഇതിനെ അഴിമതി എന്ന് തന്നെ പറയാമല്ലോ, മോഷണം എന്നതിനുപരി ഇതൊരു വലിയ അഴിമതി, ദേവസ്വം ബോർഡിന് വലിയ നഷ്ടം വരുത്തുന്നു. ഇതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാം. ഈ അമൂല്യ വസ്തുക്കളിൽ കണ്ണു നട്ടിരുന്ന ഒരു വലിയ ലോബിക്ക് വേണ്ടി ഇത് ചെയ്തു. ഇത് വെറുമൊരു സ്വർണ്ണമോഷണം എന്നൊന്നും പറഞ്ഞ് ചുരുക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിയമനം കിട്ടിയ ഒരു വ്യക്തി തൻ്റെ തനിക്ക് രാഷ്ട്രീയ നിയമനം നൽകിയവർക്ക് വേണ്ടി ചില കാര്യങ്ങളെങ്കിലും ചെയ്തു കൊടുക്കില്ലേ എന്ന ഒരു സംശയം ഉയർന്നാൽ അതിനെ കുറ്റം പറയാനും പറ്റുകയില്ല. CPM എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. അങ്ങ് CPM-ന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജയകുമാർ സാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി നിയമിക്കുന്ന ഉത്തരവ് വരെയുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ CPM എല്ലാ കാലത്തിലും എടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കൂടിയാലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും ഇത്തരം നിയമനങ്ങൾ എടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെയും ഇന്നലെ വരെ വിമർശിച്ചിരുന്ന മുഴുവൻ ആളുകളെയും വായടപ്പിക്കുന്ന ഏറ്റവും വലിയ ധീരമായ ഒരു തീരുമാനമായിരുന്നു ജയകുമാർ സാറിനെ പോലുള്ള ഒരാളെ മുഖം രക്ഷിക്കുവാനുള്ള ഒരു കാര്യം മാത്രമാണ്. അതിലെ ഒരു ധീരതയും അക്കാര്യത്തിൽ ഇല്ല അഡ്വക്കേറ്റ് BN ഹസ്കർ. അത് മുഖം രക്ഷിക്കുവാനുള്ള ഒരു തീരുമാനം മാത്രമായിരുന്നു. അങ്ങനെ അല്ല, അങ്ങനെ നിങ്ങൾ വില കുറച്ച് കാണുന്നിടത്താണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ അസഹിഷ്ണുത. നിങ്ങൾ അതിനെ വില കുറച്ചല്ല കാണേണ്ടത്. ഇടതുപക്ഷത്തെ പോലെ ഇത്രയും ചിന്താരീതിയുള്ളതും വളരെ ഭാവനാത്മകവുമായിട്ടുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയൂ. 2017 നവംബർ 15 ഇത്തരത്തിലൊരു ഭാവനാത്മകമായ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമായിരുന്നു പത്മകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചത്. അത് 2 വർഷം അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോൾ ഭാവനയിലല്ല, അത് കൃത്യമായിട്ട് വെളിയിൽ വരികയാണ്. അത് വാസ്തവമായിട്ട് തന്നെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാവനയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞാൽ, പാർട്ടി ഏറ്റവും പ്രതിരോധത്തിലായിരുന്ന ഒരു സമയത്ത് മുഖം രക്ഷിക്കാൻ ഒരു പാർട്ടിയും അതിലൊരു വിമർശനം ഉന്നയിക്കുകയില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമെന്നല്ലാതെ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്ന ജയകുമാർ സാറിനെ നിയമിച്ചതിൽ ആരും ഒരു പരാതി പറയുകയില്ല. അതുകൊണ്ട് മാത്രമായിരുന്നു ഇത്. അല്ലാതെ ഒരു രാഷ്ട്രീയ നിയമനമായിരുന്നുവെങ്കിൽ പത്മകുമാർ ഇപ്പോൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും വലിയ രീതിയിൽ പ്രതിരോധത്തിലായി പോയേനെ പാർട്ടി. അതുകൊണ്ട് നന്നായി ജയകുമാർ, അതൊരു നല്ല തീരുമാനമായി പോയി. അല്ല, ജയകുമാർ സാറിൻ്റെതും രാഷ്ട്രീയ തീരുമാനം തന്നെയായിരുന്നു. ആ രാഷ്ട്രീയ തീരുമാനമാണ് ഞാൻ പറഞ്ഞു വന്നത് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി നിയമിച്ചതും. പക്ഷെ അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന നിയമക്കുരുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു ജാഗ്രത കുറവിന്റെ കൂടി ഭാഗമാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇപ്പോ നമുക്കറിയാം റിമാൻഡ് അപേക്ഷയിലും അതുപോലെ തന്നെ SIT കൊല്ലം വിജിലൻസ് കോടതി നൽകിയിട്ടുള്ള വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കാര്യത്തിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ഇന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡിന്റെ
അജണ്ട തീരുമാനിക്കുന്നതിൽ സ്വർണപ്പാളികൾ എന്നുള്ളതിന് പകരം ചെമ്പുപാളി എന്ന് തന്റെ കൈപ്പടയിൽ തിരുത്തി എഴുതി എന്നുള്ളതാണ് ഒന്നാമത്തെ പരമപ്രധാനമായിട്ടുള്ള ആരോപണമായി വരുന്നത്. രണ്ട്, അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് ഇതിൽ ഏതോ അർത്ഥത്തിൽ അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണനുമായി ചേർന്ന് ഏതോ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ആ ഗൂഢാലോചന നടത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ ഇതുവരെ അന്വേഷണ സംഘത്തിന് എന്ത് തെളിവ് ലഭിച്ചു എന്നുള്ളത് പൊതുസമൂഹവും കാതോർത്ത് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതെന്തായാലും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതുവരെ അന്വേഷണ സംഘം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകൾ, അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഹൈക്കോടതി നിരവധി ഉത്തരവുകളിലായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കുറേയേറെ കാര്യങ്ങളാണ് സംഭവിച്ചത്. അതുകൊണ്ട് പത്മകുമാറിന്റെ കാര്യത്തിലും വിശ്വസിക്കാൻ പ്രയാസമുള്ള കുറേയേറെ കാര്യങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഈ അറസ്റ്റ് ഉണ്ടാവുകയില്ലായിരുന്നു ഒരു കാരണവശാലും. അതായത് 32 കിലോഗ്രാം സ്വർണം ശ്രീകോവിലിൽ ഉണ്ടായിരുന്നു. ആ സ്വർണം ഇപ്പോൾ എത്ര അളവായി കുറഞ്ഞു എന്നുള്ള വിവരമൊക്കെ ഇതിനകം പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടാവും. കാരണം ശാസ്ത്രീയ പരിശോധനകളും ഇതിന് സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ സ്വർണത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇത്രയും അമൂല്യമായ വസ്തുക്കൾ, അതിൻ്റെ ആ മൂല്യം അതുപോലും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് കടത്തുവാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ്. സന്നിധാനത്ത് നിന്ന് കടത്തുവാൻ കൂട്ടുനിന്നു, എന്നിട്ട് തിരികെ കൊണ്ടുവന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളായിരുന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ അടുത്ത റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം അന്വേഷണ സംഘത്തിൻ്റെ. അതിൽ പത്മകുമാറിൻ്റെ പങ്കാളിത്തവും വാസുവിൻ്റെ പങ്കാളിത്തവും കൂടുതൽ വ്യക്തമായിരിക്കും. ശ്രീ അനിൽ വിളയിൽ, കടകംപള്ളിയിലേക്ക് നിങ്ങൾ എന്തിനു വിരൽ